നൽകുന്ന കൺകുളിർമ നൽകുന്ന ഒരു സദസ്സ് കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദഅവാ സമ്മേളനത്തിന് വേണ്ടി ജാമ്യയിൽ 2 ദിവസം ഞാൻ പങ്കെടുത്തത് എന്നുള്ളതിന് ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു പറയുന്ന വാക്ക് വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. വൽതകും മിൻകും ഉമ്മ, നിങ്ങൾ നിന്നൊരു സമുദായം ഉണ്ടായി വരണം. എങ്ങനെയുള്ള സമുദായമാണ്? യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി, സദാചാരം കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മകളെ വിരോധിക്കുന്ന ഒരു സമുദായം നിങ്ങൾ നിന്ന് ഉണ്ടാകണം. ആ സമുദായത്തിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ദഅവാ സമ്മേളനത്തിനായി 2 ദിവസം നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നിങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, ഏറ്റവും നല്ല പ്രവർത്തിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അത്തരക്കാരിൽ പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദഅവാ സമ്മേളനത്തിൻ്റെ 2 ദിവസങ്ങളിൽ നമ്മളിവിടെ പങ്കെടുത്തത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്രവാചകൻ നമ്മളിലേക്ക് വിട്ടേച്ചു പോയ വലിയ ഒരു ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന് കൂടി വേണ്ടിയിട്ടാണ് 2 ദിവസം ഈ സമ്മേളന നഗരിയിൽ നമ്മൾ ഒത്തുകൂടിയത് എന്നുള്ളതാണ്. പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പായി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന വാക്ക്, ബല്ലിഉ അന്നി വലൗ ആയ, എന്നിൽ നിന്നൊരായത്താണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു നൽകണം എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ സമൂഹത്തിൽ ധാരാളം തിന്മകൾ നിറമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേട്ടതുപോലെ 14 വയസ്സുകാരൻ തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ കൊലപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. സ്വന്തം മകൻ സ്വന്തം ഉമ്മയെ തലക്കടിച്ചു കൊന്ന വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. സമൂഹത്തിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും അധർമ്മങ്ങളുടെയും വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തമാണ് ബല്ലിഉ അന്നി വലൗ ആയ, പ്രവാചകനിൽ നിന്ന് കേട്ട ആയത്തുകൾ, ധാർമ്മികമായ യഥാർത്ഥമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു നൽകുക എന്നുള്ളത്. ആ വലിയ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് 2 ദിവസം ഈ സമ്മേളന നഗരിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നത് എന്നുള്ളതാണ്.